എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ചവണയും കുരുവും എല്ലാം ഒന്ന് മാറ്റി നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കേനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ജാറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരിക്കച്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്ക ആയാലും മതി കേട്ടോ. നമുക്ക് ഏത് ചക്ക ആയാലും മതി. പിന്നെ ഞാൻ ഇവിടെ വരിക്കച്ചക്ക ഉണ്ടായിരുന്നത് കൊണ്ട് ഇതെടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനവിടെ ചക്ക എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് നമുക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മഷി പോലെ അരച്ചെടുക്കുക. ഒരു തരിയോ ഒന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ചക്ക എല്ലാം കുറച്ച് ഇതായിട്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ല കേട്ടോ. നല്ല ഐസ്ക്രീമൊക്കെ ഇരിക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അടുത്ത് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദ മാവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് മാത്രം ചേർക്കാം, അല്ലെങ്കിൽ മൈദ മാവ് മാത്രം ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 സ്പൂണ് ചെറിയ ജീരകവും 1/2 സ്പൂണ് കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് അനുസരിച്ച് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1/2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്ട് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ മധുരവും എരിവും എല്ലാം കൊണ്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ വെള്ളത്തിന് പകരം ഈ ചക്കയുടെ ജ്യൂസ് വെച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ചക്കയുടെ ജ്യൂസ് വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീതം ചക്കയുടെ മിക്സ് ചേർത്ത് കൊടുത്താണ് കുഴയ്ക്കുന്നത്. നമ്മൾ ഒത്ത് ചേർക്കുമ്പോൾ വെള്ളം കൂടി പോകണമെങ്കില്ല. അതുകൊണ്ട് കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിക്ക് വേണം കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പം നമുക്ക് ചെറിയൊരു പൂരിയുടെ അളവിന് വേണ്ടി മാത്രം നമുക്ക് മാവ് എടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പപ്പടവട അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ ഇതൊരു ചക്കപ്പപ്പടം അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു പപ്പടം പോലെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഉരുട്ടി ഇതുപോലെ പാത്രത്തിലാക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ബോൾസാക്കി ഇതുപോലെ ആക്കിയെടുത്ത് ഈ ഒരു അളവിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കവറിൻ്റെ പുറത്ത് ഇത് വച്ച ശേഷം വേറൊരു കവർ വെച്ചാണ് പരത്തിയെടുക്കണം. ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പെട്ടെന്ന്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഒരു കവർ ഇതുപോലെ വച്ച ശേഷം നമ്മൾ മാവ് വെച്ചിട്ട് എണ്ണ തടവിക്കൊള്ളണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊരു ചെറിയ പൂരിയുടെ കളവ് ആ ഒരു അളവിന് വേണം പരത്തിയെടുക്കാൻ. ഇനി എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു പപ്പടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ചക്കപ്പൂരിയായിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇത് ഞാൻ ചെറിയ അളവിൽ ചെറിയ ഒരു ഷേപ്പിലാണല്ലോ ചെയ്തെടുക്കുന്നത്. നമ്മളൊരു ചെറിയ പപ്പടമൊക്കെ വാങ്ങിക്കുമ്പോൾ മുളക് പപ്പടമൊക്കെ നമ്മൾ വാങ്ങിച്ച് തയ്യാറാക്കുമല്ലോ, അതേപോലെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി ബോൾസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചക്കകൾ വീട്ടിൽ കാണും. അപ്പോൾ പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള
പലഹാരങ്ങൾ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടൻ ചായക്കൊപ്പമൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറിയ മധുരവും അതുമാത്രമല്ല നല്ല എരിവൊക്കെ ഉള്ള നല്ലൊരു സ്നാക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.